നിങ്ങൾക്ക് ഇംഗ്ലീഷിലും വായിക്കാനും എഴുതാൻ അറിയും, സംസാരിക്കാനല്ല എഴുതാനും വായിക്കാനും. ഈ കണക്കിന്റെ കാര്യത്തിൽ, അതായത് ഈ പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇതറിയാമെങ്കിൽ പിന്നെ ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വേറൊന്നുമല്ല, കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്രോ ഫുൾ ടൈം യൂട്യൂബർ ആണോ എന്ന്. അല്ല, അതിന്റെ കാരണം വേറൊന്നുമല്ല. യൂട്യൂബിൽ ഇന്ന് വ്യൂസ് വന്നാൽ നാളെ വ്യൂസ് വന്നില്ലെങ്കിൽ നമ്മൾ പട്ടിണിയാവും. പക്ഷേ നമുക്ക് സ്ഥിരമായിട്ടൊരു പണി വേണം. ഇനി ഞാൻ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നവർക്കറിയാം, കോഡിംഗ് ആണ്. അത് അറിഞ്ഞപ്പോൾ തൊട്ട് കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുന്നതാണ്, ബ്രോ കോഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. സത്യം പറഞ്ഞാൽ എൻ്റെ പരിചയത്തിൽ PSC, UPSC, ബാങ്ക് കോച്ചിങ്, അത് ഇത് എന്ന് പറഞ്ഞ സകല കോച്ചിങ്ങിനും ചേർന്നിട്ട് അവസാനം കോഡിംഗ് പഠിച്ചിട്ട് നല്ല നിലയിൽ എത്തിയ കുറേ അധികം ഫ്രണ്ട്സ് ഉണ്ട്. എന്നാൽ എല്ലാവർക്കും ഈ കോഡിംഗ് എന്ന് കേട്ട് പരിചയമുണ്ട്. പക്ഷേ എന്താണ് കോഡിംഗ്, എനിക്ക് കോഡിംഗ് പഠിക്കണമെങ്കിൽ ഞാൻ എവിടെ നിന്ന് തുടങ്ങണം, എന്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം, എൻ്റെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ആവശ്യമുണ്ട്, ഇനി ഞാൻ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ആരോട് സംശയം ചോദിക്കും എന്നിങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ തലയിൽ കയറി വരും. ഞാനും കോഡിംഗ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വന്ന ഇതേ ഡൗട്ടുകളാണ്. യൂട്യൂബിൽ ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ കേട്ട് കാണും. പണ്ട് ക്രോസ് റോഡ്സ് എന്നായിരുന്നു, ഇപ്പോൾ അതിനെ പ്രോട്ടോടൈപ്പ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അവർ നിങ്ങൾക്ക് ഇന്ന് തൊട്ട്, അതായത് ഇന്ന് ജനുവരി 5 തൊട്ട് അടുത്ത 10 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് കോഡിംഗ് പഠിപ്പിച്ചു തരും. ഇനി അവർ 10 ഡേയ്സിൻ്റെ ലേണിംഗ് ക്ലബ്ബ് എന്നാണ് പറയുന്നത്. ഈ ഒരു 10 ഡേയ്സിൻ്റെ ലേണിംഗ് ക്ലബ്ബിൽ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കോഡിംഗ് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മളെ കൊണ്ട് പറ്റുമോ. ഇനി ഇതിലും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ ആ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ 24/7 നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് ക്ലിയറൻസ് സപ്പോർട്ടും കൂടെ കിട്ടുന്നതാണ്. ഇതേപോലെ ടെലഗ്രാം ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാം, അതിൻ്റെ ഉത്തരങ്ങളും കിട്ടും. ഇനി ഇതും ഫ്രീ ആണ്. സംഭവമൊക്കെ കൊള്ളാൻ, കോഡിംഗ് ഒക്കെ പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഞാൻ കുറേ സമയം ചിലവഴിക്കേണ്ടി വരും എന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ, ഈ അടുത്ത 10 ദിവസങ്ങളിൽ ജസ്റ്റ് ദിവസം ഒരു 1 മുതൽ 2 മണിക്കൂർ മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കോഡിംഗ് എങ്ങനെയാണ്, ഇത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുമോ, ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്, എന്തൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണം, എങ്ങനെ നമ്മൾക്ക് തുടങ്ങണം, ഡൗട്ട് വന്നാൽ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പഠിക്കാം. ശരി, ഈ 10 ദിവസം ഞാൻ കോഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എനിക്ക് ജോലി കിട്ടുമോ എന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ, ഈ 10 ദിവസം നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്, ക്ലാസ്, അങ്ങനത്തെ കുറേ അധികം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും. ഈ പഠിച്ച ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എൻ്റെ ഒരു IT ഫീൽഡിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം, കോഡിംഗ് അറിയുമോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോഡിംഗ് പഠിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു വ്യക്തിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്രെയിൻ ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ കോഡിങ്ങിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ജോലിക്ക് കയറാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും മാത്രമല്ല നല്ല രീതിയിൽ സംസാരിക്കാനും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് കമ്പനിയിൽ വേണമെങ്കിലും സുഖമായിട്ട് അപ്ലൈ ചെയ്യാം. ഇൻ്റർവ്യൂ ഒക്കെ ചടപടാന്ന് പറഞ്ഞിട്ട് ക്രാക്ക് ചെയ്യാം. Further contemplation deliberation, I discovered that without globalization exploration, there cannot be optimization to make India's transformation to superpower nation. So ഇനി ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ, ഇൻ്റർവ്യൂവിൽ നമ്മൾക്ക് എന്തൊക്കെ തരം ചോദ്യങ്ങളായിരിക്കും വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് കിട്ടുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് സുഖമായിട്ട് പ്ലേസ്മെൻറ്റുകൾക്കും പ്രിപ്പയർ ചെയ്യാം. എന്നാലും എനിക്ക് കോഡിംഗ് പഠിക്കണം, പക്ഷേ കോഡിങ്ങിനൊക്കെ വലിയ എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ BSc ഡിഗ്രി, BCA ഡിഗ്രി ഇതൊക്കെ വേണ്ടേ എന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, കോഡിങ്ങിന് അങ്ങനെ വലിയ ഡിഗ്രിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നിങ്ങളൊരു +2 പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ പോലും കോഡിങ് കൊണ്ട് മാത്രം കോടീശ്വരനായ കുറേ അധികം ആൾക്കാരുണ്ട്. കോഡിങ് പഠിക്കാനായിട്ട് അങ്ങനെ വലിയ എലിജിബിലിറ്റി ഒന്നും വേണ്ട. നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ പോലെ ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയണം. നോർമലായിട്ടുള്ള അർത്ഥമെറ്റിക് ഓപ്പറേഷൻസ്, പ്ലസ് മൈനസ് ഇൻറ്റു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ കോഡിങ് പഠിക്കാനായിട്ട് പറ്റും. ശരി, പക്ഷേ കോഡിങ് പഠിക്കാൻ എനിക്ക് ലാപ്ടോപ്പ് വേണ്ടേ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേണ്ടതെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വേണം. കാരണം കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണല്ലോ ഈ ഒരു കോഡിങ് ചെയ്യുന്നത്. പക്ഷേ സ്വന്തമായിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഇല്ലെങ്കിൽ ഈ ഒരു 10 ദിവസത്തേക്കെങ്കിലും നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഒപ്പിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആരുടെയും ചോദിച്ചിട്ട് ഈ ഒരു 10 ഡേയ്സ് നിങ്ങൾ ഒപ്പിച്ചിട്ട് അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കോഡിങ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ, കാരണം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ നയിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. ഇനി അഥവാ പറ്റില്ല എങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഒരു 10 ദിവസത്തേക്ക് നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്, സിസ്റ്റം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഏതെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ളതായാലും മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും ചോദിച്ച് ഒന്ന് ഒപ്പിക്കുക. എല്ലാവരും കോഡിംഗ് ഒക്കെ പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. പക്ഷേ ഇതിലേക്ക് എങ്ങനെ എൻറോൾ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വഴിയെ അറിയുന്നതായിരിക്കും. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെയുള്ള ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്യുക. ഇനി നിങ്ങൾക്കല്ല നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കോ ആർക്കെങ്കിലും ഈ ഒരു കാര്യം ഉപയോഗപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ ഷെയറും കൂടെ ചെയ്യുക. ഡിഗ്രിയും ഇല്ല, വീട്ടുകാരെ പ്രഷർ കാരണം എഞ്ചിനീയറിങ്ങിനും പോയി ചേർന്ന് അവിടെയാണെങ്കിൽ മൊത്തം സപ്ലിയാണ്. ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ടൈമാണിത്. അതുകൊണ്ട് കോഡിംഗ് പഠിച്ചു എന്ന് പറഞ്ഞ് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെയും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എല്ലാവർക്കും ലൈഫിൽ എന്തെങ്കിലും ഒരു ഗുണമേ ഉണ്ടായിട്ടുള്ളൂ ഈ ഒരു കോഡിംഗ് കാരണം. ഡെഫിനറ്റ്ലി എല്ലാവരും 2022 ഇത് അറിഞ്ഞിരിക്കേണ്ടത് തന്നെ ഒരു നിർബന്ധമുള്ള രീതിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി വരാൻ പോകുന്ന ടെക്നോളജീസ് എന്ന് പറയുന്നത് നമ്മൾക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്.
എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.